അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആൻഡ് പ്ലാന്റ് മെയിൻ്റനൻസ്. ഇത് ഫസ്റ്റ് മൊഡ്യൂളിലെ ലാസ്റ്റ് സെക്ഷനാണ്. അപ്പോൾ എന്താണ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽസിനെ ഹാൻഡിൽ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്ഷൻ കമ്പനിയിൽ മെറ്റീരിയൽസിനെ ഹാൻഡിൽ ചെയ്യാൻ പല രീതിയിലുള്ള എക്യുപ്മെൻറ്റ്സും മെഷീനറീസും ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ റോ മെറ്റീരിയൽസ് വന്നു കഴിഞ്ഞാൽ ആ റോ മെറ്റീരിയൽസിനെ നമ്മളെ ഒരു കമ്പനിയിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തോട്ട് കൊണ്ടുപോകേണ്ടി വരും. ചിലപ്പോൾ അത് ക്രെയിൻ ഉപയോഗിച്ചിട്ടായിരിക്കും, ചിലപ്പം ലോറി, അതേപോലെ അങ്ങനെയുള്ള സംഭവങ്ങളായിരിക്കും ഉപയോഗിക്കുന്നത്. അതാണ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. അഥവാ റോ മെറ്റീരിയൽസിനായിക്കോട്ടെ, ഫിനിഷ്ഡ് മെറ്റീരിയൽസിനായിക്കോട്ടെ, സെമി ഫിനിഷ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിക്കോട്ടെ, അതിനൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഏത് രൂപത്തിലാണോ അതിനാണ് നമ്മൾ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഈ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കൺവെയർ ബെൽറ്റ് ഒക്കെ ഉപയോഗിക്കും അല്ലേ. ഇപ്പോൾ ഒരു കൺവെയർ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കണ്ടിട്ടുണ്ടാകും ഈ എയർപോർട്ടിലൊക്കെ യൂസ് ചെയ്യുന്നത് അല്ലേ. നമ്മളെ ബെൽറ്റ് ഇങ്ങനെ മൂവ് ചെയ്തിട്ടുണ്ടാവും, അതിൻ്റെ മുകളിൽ നമ്മൾ സാധനം വെച്ചെടുക്കുമ്പോൾ അതിങ്ങനെ മൂവ് ചെയ്ത് പോകും അല്ലേ. അതൊക്കെയാണ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്. ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തോട്ട് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ഡിവൈസുകൾ. എന്താണ് ഇതിൻ്റെ ഫങ്ഷൻസ്, ഇത് ഉപയോഗിക്കുന്നത് മൂലം എന്താണ് ഇതിൻ്റെ ഫങ്ഷൻസ് എന്നാണ് പറയുന്നത്. അഥവാ മൂവ്മെൻറ്റ്, ഒരു മെറ്റീരിയൽസിന് അല്ലെങ്കിൽ ടൂൾസിന് ഒരു മൂവ്മെൻറ്റ് നടത്താൻ പറ്റും, അല്ലെങ്കിൽ പൊസിഷനിങ് നടത്താൻ പറ്റും. ഓക്കെ, അടുത്തത് ഇൻറ്റർണൽ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് മെറ്റീരിയൽസ്. അത് സ്റ്റോറിൽ നിന്ന് ഷോപ്പിലോട്ടോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിലോട്ടൊക്കെ നമുക്ക് ഇൻറ്റർണൽ ട്രാൻസ്പോർട്ടേഷൻ നടത്താൻ പറ്റും. ഓക്കെ, അടുത്ത മൂവ്മെൻറ്റ് വിത്തിൻ ദി ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു മെഷീനിൽ നിന്ന് വേറെ മെഷീനിലോട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതേപോലെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കാൻ, ഫിനിഷ്ഡ് പ്രൊഡക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്ഥലത്തു നിന്ന് നമ്മൾ സെയിൽ ചെയ്യേണ്ട സ്ഥലത്തോട്ടൊക്കെ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ അൺലോഡിങ്, റോ മെറ്റീരിയൽസ് വരുമ്പോൾ അൺലോഡ് ചെയ്യാൻ ട്രക്സ്, അതേപോലെ അതർ ട്രാൻസ്പോർട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഇതിനാണ് അതിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്തെങ്കിലും ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. റിഡക്ഷൻ ഇൻ ഹാൻഡ്ലിംഗ്, അഥവാ നമ്മൾ പിന്നെ മനുഷ്യന്മാർ മാത്രം ഇപ്പോൾ തലച്ചുമടായിട്ട് കൊണ്ടുപോകില്ലേ, അതൊക്കെ ഭയങ്കര ഒരു എഫേർട്ടുള്ള കാര്യമാണ്. കുറേ ലേബേഴ്സിനൊക്കെ നമുക്ക് എഫേർട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ അത്ര ഹെവി ആയിട്ടുള്ള സാധനമൊക്കെ വന്നു കഴിഞ്ഞാൽ മനുഷ്യന്മാർക്കത് പറ്റില്ല. അപ്പോൾ അവിടെയുള്ള അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ക്രെയിൻ, ഫോർക്ക് ലിഫ്റ്റർ, അതേപോലെ ഓവർഹങ് ക്രെയിൻ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും അല്ലേ. അപ്പോൾ കുറേ നമുക്ക് എന്ത് ചെയ്യും കിട്ടും, ലേബേഴ്സിന് ഉപയോഗിക്കുന്നത് നമുക്ക് കുറക്കാൻ പറ്റും. അടുത്ത സേഫ്റ്റി, അഥവാ ഇത് പിന്നെ നല്ല സേഫായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അഥവാ നമ്മൾ പ്രോപ്പർ മെറ്റീരിയൽ ഹാൻഡ്ലിങ് ഡിവൈസുകൾ നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ സേഫായിട്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത റിഡക്ഷൻ ഇൻ ടൈം, അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് മെറ്റീരിയൽ മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റും, ക്രെയിന്, ഹോയിസ്റ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട്. അടുത്ത പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റ് ലോഡ്, അഥവാ നമുക്ക് കണ്ടെയ്നറിൽ അല്ലെങ്കിൽ ഒരേ സൈസുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു കണ്ടെയ്നറിലോ കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് നമുക്ക് മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അടുത്ത യൂസ് ഓഫ് ഗ്രാവിറ്റി, ഗ്രാവിറ്റീൻ്റെ നമ്മൾ യൂസ് ചെയ്യുക, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ടല്ലോ, മുകളിൽ നിന്ന് ഇപ്പോൾ താഴോട്ട് എന്തെങ്കിലും സാധനം കൊണ്ടുവരാൻ. ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ ചിലപ്പോൾ ഒരു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഫസ്റ്റ് ഫ്ലോറിൽ നിന്നൊക്കെ ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് നമുക്ക് ഒരു ചരിഞ്ഞ പ്രതലം ഉണ്ടാവും. ആ പ്രതലത്തിൽ ഇട്ട് കൊടുത്താൽ ആ ഡ്രസ്സൊക്കെ താഴോട്ട് ബില്ലിംഗ് സെക്ഷനിൽ വന്നിട്ട് കിടക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് സാധനം മൂവ് ചെയ്യുകയും ചെയ്യും. അത് നമുക്ക് എക്സ്ട്രാ അഡീഷണൽ ആയിട്ടുള്ള വേറൊരു ഫോഴ്സോ ഡിവൈസോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് യൂസ് ഓഫ് ഗ്രാവിറ്റി വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്ന് വെച്ചിട്ട് പൊട്ടുന്ന സാധനമൊക്കെ ഇങ്ങനെ ചെറിഞ്ഞ പ്രതലത്തിലൂടെ ഇടാനൊന്നും പറ്റില്ല. ഡ്രസ്സൊക്കെ ആകുമ്പോൾ പിന്നെ വലിയ പ്രശ്നമില്ല കേട്ടോ. അടുത്ത യൂസ് ഓഫ് കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യുക, അഥവാ പാക്കേജ് ചെയ്തിട്ട് അല്ലെങ്കിൽ കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് അടുക്കി വെച്ചിട്ടൊക്കെ നമ്മൾ മെറ്റീരിയൽ ഹാൻഡ്ലിങ് ചെയ്യുക. അപ്പോൾ ഡാമേജ് ആവാനുള്ള ചാൻസ് കുറവാണ്. അത് സ്റ്റാൻഡപ്പ് ഫെസിലിറ്റി, അഥവാ ഒരു എക്യുപ്മെൻറ്റ് ഇതായി കഴിഞ്ഞാൽ വേറെ എക്യുപ്മെൻറ്റ് അതിന് മാറ്റാനുള്ളൊരു സ്റ്റാൻഡപ്പായിട്ട് നമ്മൾ വെക്കണം. കാരണം ഒന്ന് കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് മെറ്റീരിയൽ ഹാൻഡ്ലിങ് നമുക്ക് കറക്റ്റായിട്ട് നടത്താൻ പറ്റില്ല കേട്ടോ. അടുത്താണ് അതിൻ്റെ ഫാക്ടേഴ്സ്. രണ്ട് തരത്തിലുള്ള ഫാക്ടേഴ്സ് ഉണ്ട്, എൻജിനീയറിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്, എക്കണോമിക് ഫാക്ടേഴ്സ് ഉണ്ട്. ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിന്. അപ്പോൾ എൻജിനീയറിംഗ് ഫാക്ടേഴ്സാണ് ആദ്യം പറയുന്നത്. ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, നമ്മുടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻസിനനുസരിച്ചിട്ടുള്ള
ഒരു മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഡിവൈസുകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ചെറിയ പ്ലാന്റൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ക്രെയിനൊന്നും ഓടിക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഓടുന്ന ചെറിയ ഡിവൈസുകൾ മെഷീനറീസൊക്കെയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. ഓക്കെ. അടുത്ത ലേഔട്ട്. നമ്മുടെ ലേഔട്ട് എങ്ങനെയാണ്? ഇപ്പോൾ ലേഔട്ട് നമ്മൾ പഠിച്ചതാണ് അല്ലേ. പ്രൊഡക്റ്റ് ലേഔട്ട് ഉണ്ട്, അതേപോലെ പ്രോസസ് ലേഔട്ട് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ എക്കണോമിക്കലായിരിക്കണം. നമ്മുടെ പ്രൊഡക്ഷന് ഇപ്പോൾ നമ്മൾ ഈ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഡിവൈസ് ഇതിൻ്റെ ഇടയ്ക്ക് കൊടുന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ റോ മെറ്റീരിയൽസ് ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നതൊക്കെ ചിലപ്പം തടസ്സം വരും അല്ലേ. അങ്ങനെ തടസ്സമൊന്നും വരാൻ പാടില്ല. നമ്മളെ ലേഔട്ടിന് കറക്റ്റായിട്ടുള്ള ഒരു സംഭവമായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. പ്രൊഡക്ഷൻ പ്രോസസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്, അഥവാ മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് കിട്ടണം അല്ലേ. പ്രോസസ്സും ഈ എക്യുപ്മെൻറ്റ്സൊക്കെ പ്രൊഡക്ഷന് നമുക്ക് മാക്സിമം ഔട്ട്പുട്ട് കിട്ടാൻ പറ്റുന്ന മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഡിവൈസുകൾ നമ്മൾ ഉപയോഗിക്കണം. അടുത്തത് എക്സിസ്റ്റിംഗ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ്, അഥവാ നമുക്ക് ഇപ്പോൾ ഉള്ള സംഭവമില്ലേ, ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് തരുന്നതായിരിക്കണം. അതേപോലെ ഡിഫറെൻറ്റ് പ്രൊഡക്റ്റിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിന് മാത്രം മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഡിവൈസ് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് അത്ര ഒരു എഫക്റ്റീവായിട്ട് യൂസ്ഫുൾ ആവില്ല. ഓക്കെ. അടുത്ത പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ, അഥവാ റൂട്ടിങ്ങും ഷെഡ്യൂളിങ്ങും ഒക്കെ ചെയ്യുന്നത് ഈ കൺട്രോളൊക്കെ ചെയ്യുന്നത് ഇതിനുമായിട്ട് റിലേറ്റഡ് ആയിരിക്കണം. കാരണം നമ്മളെ റൂട്ടിങ് ചെയ്യുന്ന സമയത്ത് പാത്ത് നിശ്ചയിക്കല്ലേ. അപ്പോൾ ആ പാത്ത് എങ്ങനെ കൊണ്ടുപോകണം, അപ്പോൾ മെറ്റീരിയൽ ഹാൻഡ്ലിങ് അതുപോലെ ആ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമോ, മെഷീനറീസ് ആ രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ എക്കണോമിക് ഫാക്ടേഴ്സാണ്. എക്കണോമിക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പ്രൊഡക്റ്റ് ഒരു സാധനമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ലാഭം നമുക്ക് 1,00,000 ഇതിൻ്റെ ഒരു മന്ത്ലി നമുക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടുന്നത് 1,00,000 10 ലക്ഷത്തിൻ്റെ ഒക്കെ ഡിവൈസ്, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഡിവൈസ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് വല്ല ബെനിഫിറ്റും കിട്ടുമോ? ഇല്ല അല്ലേ. അപ്പം നമുക്ക് ലാഭം കിട്ടുന്നതിനനുസരിച്ചിട്ടുള്ള ഒരു എക്യുപ്മെൻറ്റ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യുക. ഇപ്പോൾ വലിയ ക്രെയിനൊക്കെ കൊടുന്ന് വെച്ചിട്ട് കാര്യമില്ല, അത്രയും എക്സ്പെൻസാണ് നമുക്ക് അല്ലേ. അപ്പോൾ അത് നമ്മളെ ഔട്ട്പുട്ടിനനുസരിച്ചിട്ടുള്ള ഒരു സംഭവം നമുക്ക് ടാക്സൊക്കെ നമുക്ക് മെയിൻ്റെനൻസ് കോസ്റ്റൊക്കെ ചെയ്യാൻ പറ്റുന്ന, റിപ്പയറൊക്കെ ചെയ്യാൻ പറ്റുന്ന, കൂടുതൽ കോസ്റ്റ് ചിലവില്ലാതെ നമുക്ക് ലോവസ്റ്റ് പോസിബിൾ കോസ്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഡിവൈസുകൾ നമ്മൾ യൂസ് ചെയ്യുക. അതാണ് എക്കണോമിക് ഫാക്ടേഴ്സിൽ നമ്മൾ പറയുന്നത്. ഇനി ഏതൊക്കെ തരത്തിലുള്ള ഡിവൈസുകളാണ് യൂസ് അതെന്ന് ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഇപ്പോൾ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹോസ്റ്റ്, ഹാൻഡ് ആൻഡ് പവർ വിഞ്ചസ്, ബ്ലോക്ക് ആൻഡ് ടാക്കിളിങ്, ഇതൊക്കെ ഒരു മെഷീനറീസിൻ്റെ പേരുകളാണ് കേട്ടോ. എലവേറ്റർ, പില്ലർ ക്രെയിൻ, ഓവർഹെഡ് ക്രെയിൻ. അത് ഓവർഹെഡ് ക്രെയിൻ എന്ന് പറഞ്ഞാൽ മുകളിലൂടെ അങ്ങനെ പോവും. മുകളിലൂടെ ഒരു ക്രെയിനിൻ്റെ ഒരു ചങ്ങല ഉണ്ടാവും, ആ ചങ്ങലയിൽ ഫിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ മൂവ് ചെയ്താൽ മതി. പിന്നെ അതേപോലെ ട്രാൻസ്പോർട്ട് ഡിവൈസസ് കണ്ടില്ലേ, ഇതൊക്കെ കുറേ എക്യുപ്മെൻറ്റ്സിൻ്റെ പേരുകളാണ്. അടുത്ത ഡിവൈസ് വിത്ത് ലിഫ്റ്റ് ആൻഡ് ട്രാൻസ്പോർട്ട്, ലിഫ്റ്റ് ചെയ്യാനും പറ്റും കൊണ്ടുപോകാനും പറ്റും. ക്രെയിന്, ഫോർക്ക് ലിഫ്റ്റ് കണ്ടില്ല, അങ്ങനെ 2 ഇതുണ്ടാവും. അതിങ്ങനെ സാധനത്തിന് നമ്മൾ ഈ എയർപോർട്ടിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ. അടുത്താണ് അതിൻ്റെ ഫാക്ടേഴ്സ്. 2 തരത്തിലുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. എൻജിനീയറിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്, എക്കണോമിക് ഫാക്ടേഴ്സ് ഉണ്ട്. ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിന്. അപ്പോൾ എൻജിനീയറിംഗ് ഫാക്ടേഴ്സാണ് ആദ്യം പറയുന്നത്. ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, നമ്മുടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻസിന് അനുസരിച്ചിട്ടുള്ള ഒരു മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഡിവൈസുകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ചെറിയ പ്ലാന്റൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ക്രെയിനൊന്നും ഓടിക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഓടുന്ന ചെറിയ ഡിവൈസുകൾ, മെഷീനറീസൊക്കെയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. ഓക്കെ. അടുത്ത ലേഔട്ട്. നമ്മുടെ ലേഔട്ട് എങ്ങനെയാണ്? ഇപ്പോൾ ലേഔട്ട് നമ്മൾ പഠിച്ചതാണ് അല്ലേ. പ്രൊഡക്റ്റ് ലേഔട്ട് ഉണ്ട്, അതേപോലെ പ്രോസസ് ലേഔട്ട് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ എക്കണോമിക്കലായിരിക്കണം. നമ്മുടെ പ്രൊഡക്ഷന് ഇപ്പോൾ നമ്മൾ ഈ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഡിവൈസ് ഇതിൻ്റെ ഇടയ്ക്ക് കൊടുന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ റോ മെറ്റീരിയൽസ് ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നതൊക്കെ ചിലപ്പം തടസ്സം വരും അല്ലേ. അങ്ങനെ തടസ്സമൊന്നും വരാൻ പാടില്ല. നമ്മളെ ലേഔട്ടിന് കറക്റ്റായിട്ടുള്ള ഒരു സംഭവമായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. പ്രൊഡക്ഷൻ പ്രോസസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്, അഥവാ മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് കിട്ടണം അല്ലേ. പ്രോസസ്സും ഈ എക്യുപ്മെൻറ്റ്സൊക്കെ പ്രൊഡക്ഷന് നമുക്ക് മാക്സിമം ഔട്ട്പുട്ട് കിട്ടാൻ പറ്റുന്ന മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഡിവൈസുകൾ നമ്മൾ ഉപയോഗിക്കണം. അടുത്തത് എക്സിസ്റ്റിംഗ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ്, അഥവാ നമുക്ക് ഇപ്പോൾ ഉള്ള സംഭവമില്ലേ, ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് തരുന്നതായിരിക്കണം. അതേപോലെ ഡിഫറെൻറ്റ് പ്രൊഡക്റ്റിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിന് മാത്രം മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഡിവൈസ് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് അത്ര ഒരു എഫക്റ്റീവായിട്ട് യൂസ്ഫുൾ ആവില്ല. ഓക്കെ. അടുത്ത പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ,
അഥവാ റൂട്ടിങ്ങും ഷെഡ്യൂളിങ്ങും ഒക്കെ ചെയ്യുന്നത് ഈ പിന്നെ കൺട്രോളൊക്കെ ചെയ്യുന്നത് ഇതിനുമായിട്ട് റിലേറ്റഡ് ഇത് ആയിരിക്കണം. കാരണം നമ്മൾ റൂട്ടിങ് ചെയ്യുന്ന സമയത്ത് പാത്ത് നിശ്ചയിക്കല്ലേ, അപ്പോൾ ആ പാത്ത് എങ്ങനെ കൊണ്ടുപോകണം, അപ്പോൾ മെറ്റീരിയൽ ഹാൻഡ്ലിങ് അതുപോലെ അത് ആ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമോ, മെഷീനറീസ് ആ രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ എക്കണോമിക് ഫാക്ടേഴ്സാണ്. എക്കണോമിക് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളിപ്പോൾ പ്രൊഡക്റ്റ് ഒരു സാധനമാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു ലാഭം നമുക്ക് 1,00,000 അതിൻ്റെ ഒരു മന്ത്ലി നമുക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടുന്നത് 1,00,000 10 ലക്ഷത്തിൻ്റെ ഒക്കെ ഡിവൈസ്, മെറ്റീരിയൽ ഹാൻഡ്ലിങ് ഡിവൈസ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് വല്ല ബെനിഫിറ്റും കിട്ടുമോ? ഇല്ല അല്ലേ. അപ്പോൾ നമുക്ക് ലാഭം കിട്ടുന്നതിനനുസരിച്ചുള്ള ഒരു എക്യുപ്മെൻറ്റ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യാം. ഇപ്പോൾ വലിയ ക്രെയിനൊക്കെ കൊടുന്ന് വെച്ചിട്ട് കാര്യമില്ല, അത്രയും എക്സ്പെൻസാണ് നമുക്ക് അല്ലേ. അപ്പോൾ അത് നമ്മളെ ഔട്ട്പുട്ടിനനുസരിച്ചിട്ടുള്ള ഒരു സംഭവം നമുക്ക് ടാക്സൊക്കെ നമുക്ക് മെയിൻ്റെനൻസ് കോസ്റ്റൊക്കെ ചെയ്യാൻ പറ്റുന്ന, റിപ്പയറൊക്കെ ചെയ്യാൻ പറ്റുന്ന, കൂടുതൽ കോസ്റ്റ് ചിലവില്ലാതെ നമുക്ക് ലോവസ്റ്റ് പോസിബിൾ കോസ്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഡിവൈസുകൾ നമ്മൾ യൂസ് ചെയ്യുക. അതാണ് എക്കണോമിക് ഫാക്ടേഴ്സിൽ നമ്മൾ പറയുന്നത്. ഇനി ഏതൊക്കെ തരത്തിലുള്ള ഡിവൈസുകളാണ് യൂസ്, അതൊന്ന് ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഇപ്പോൾ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹോസ്റ്റ്, ഹാൻഡ് ആൻഡ് പവർ വിഞ്ചസ്, ബ്ലോക്ക് ആൻഡ് ടാക്കിളിങ്, ഇതൊക്കെ ഒരു മെഷീനറീസിൻ്റെ പേരുകളാണ് കേട്ടോ. എലവേറ്റർ, പില്ലർ ക്രെയിൻ, ഓവർഹെഡ് ക്രെയിൻ. അത് ഓവർഹെഡ് ക്രെയിൻ എന്ന് പറഞ്ഞാൽ മുകളിലൂടെ അങ്ങനെ പോവും. മുകളിലൂടെ ഒരു ക്രെയിനിൻ്റെ ഒരു ചങ്ങല ഉണ്ടാവും, ആ ചങ്ങലയിൽ ഫിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ മൂവ് ചെയ്താൽ മതി. പിന്നെ അതേപോലെ ട്രാൻസ്പോർട്ട് ഡിവൈസസ് കണ്ടില്ലേ, ഇതൊക്കെ കുറേ പിന്നെ എക്യുപ്മെൻറ്റ്സിൻ്റെ പേരുകളാണ്. അടുത്ത ഡിവൈസ് വിത്ത് ലിഫ്റ്റ് ആൻഡ് ട്രാൻസ്പോർട്ട്, ലിഫ്റ്റ് ചെയ്യാനും പറ്റും കൊണ്ടുപോകാനും പറ്റും. ക്രെയിന്, ഫോർക്ക് ലിഫ്റ്റ്, ട്രക്ക്. ഫോർക്ക് ലിഫ്റ്റ് കണ്ടില്ല, അങ്ങനെ 2 ഇതുണ്ടാവും, അതിങ്ങനെ സാധനത്തിന് നമ്മൾ ഈ എയർപോർട്ടിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പ്ലാന്റ് മെയിൻ്റനൻസ്. ഇത് എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ എന്താണ് പ്ലാന്റ് മെയിൻ്റനൻസ്? മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അല്ലേ, മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരു പ്ലാന്റ് തുടങ്ങി കഴിഞ്ഞാൽ 1-2 വർഷങ്ങൾക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലെ മെഷീനറീസ് ചെറിയൊരു ഡാമേജ്, ചെറിയൊരു വിയർ ആൻഡ് ടിയർ ഒക്കെ വന്നിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണിക്കും അല്ലേ. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാം, നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അല്ലെങ്കിൽ അത് നമുക്ക് ആ മെഷീനറി തന്നെ നമ്മൾ മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വരും അല്ലേ. അപ്പോൾ നമ്മൾ ചെറിയ പ്രശ്നം കാണിക്കുമ്പോൾ തന്നെ അത് പ്രശ്നം പരിഹരിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ എന്ത് ചെയ്യാൻ പറ്റും, മെയിൻ്റെനൻസ് ലാഭം നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ മെയിൻ്റെനൻസ് ഇപ്പോൾ നമ്മൾ നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, കാര്യമായിട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 3-4 വർഷത്തിൽ കഴിഞ്ഞാൽ മെഷീനറി തന്നെ നമുക്ക് മാറ്റേണ്ടി വരും അല്ലേ. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ടുള്ള മെയിൻ്റെനൻസ് നടത്തുന്നതിനാണ് നമ്മൾ പ്ലാന്റ് മെയിൻ്റെനൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഡക്ഷൻ ഇൻ പ്രൊഡക്ഷൻ ഡൗൺ ടൈം. അഥവാ ചിലപ്പോൾ മെഷീനറീസ് ഡാമേജ് ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് പ്രൊഡക്ഷൻ്റെ റേറ്റ് കുറയും അല്ലേ, ഓട്ടോമാറ്റിക്കായിട്ട് കുറയും മെഷീനറീസ് ഇല്ല എന്നുണ്ടെങ്കിൽ. അതേപോലെ ഓവർ ടൈം പേയ്മെൻറ്റ്സ് ഫോർ മെയിൻ്റനൻസ് സ്റ്റാഫിന് ഓവർ ടൈം ഇത് കൊടുക്കേണ്ട പേയ്മെൻറ്റ് കുറക്കാൻ പറ്റും. എക്സ്പെൻസ്, റിപ്പയറിൻ്റെ എക്സ്പെൻസ് കുറക്കാൻ പറ്റും. സേഫ്റ്റി കൂട്ടാൻ പറ്റും. സ്റ്റാൻഡ് ബൈ എക്യുപ്മെൻറ്റ് റിക്വയർമെൻറ്റ് കുറക്കാൻ പറ്റും. സ്റ്റാൻഡ് ബൈ എക്യുപ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കേട് വന്നു കഴിഞ്ഞാൽ വേറെ ഒന്ന് എന്നുള്ള ഒരു സിറ്റുവേഷൻ വരിക അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കുറേ മെഷീനറീസ് ഒന്നും നമുക്ക് മേടിക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ നമ്മൾ പ്രോപ്പർ മെയിൻ്റെനൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ളൊരു അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ ഇനി ടൈപ്സ് എന്തായാലും പഠിക്കേണ്ട കാര്യമാണ്. 4 ടൈപ്സുകളാണുള്ളത്, വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതിൽ ഒന്നാമത്തതാണ് കറക്റ്റീവ് ഓർ ബ്രേക്ക് ഡൗൺ മെയിൻ്റെനൻസ്. ആ പേരിൽ തന്നെ ഉണ്ട് ബ്രേക്ക് ഡൗൺ മെയിൻ്റെനൻസ്. അപ്പോൾ ചെറിയ സാധനങ്ങളൊക്കെ നമ്മൾ ചിലപ്പം ബ്രേക്ക് ഡൗൺ ആയിക്കഴിഞ്ഞാലേ നമ്മൾ കറക്റ്റ് ചെയ്യുള്ളൂ. അതിനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് മോട്ടർ. ഇപ്പോൾ നമ്മൾ പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുമോ, നമ്മൾ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന ആയിക്കോട്ടെ, മോട്ടർ കേടുവരാനായോ എന്ന് പോയി നമ്മൾ ചെക്ക് ചെയ്യാൻ ചാൻസ് കുറവാണ് അല്ലേ. അപ്പോൾ മോട്ടർ നമ്മൾ അത് പിന്നെ കറങ്ങുന്നില്ല അല്ലെങ്കിൽ മോട്ടർ ഫങ്ഷനിങ് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളത് മാറ്റുള്ളൂ. ഇങ്ങനെയുള്ള മെയിൻ്റനൻസ് ആണ് ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് കേട്ടോ. അതിന് ടിപ്പിക്കൽ കോസസ് ഉണ്ട്. ലൂബ്രിക്കേഷൻ കൊടുക്കാത്തതുകൊണ്ടായിരിക്കാം, കൂളിംഗ് സിസ്റ്റം കറക്റ്റായിട്ട് വർക്ക് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം, ഒരു മൈനർ ഫോൾട്ട് നമ്മൾ മനസ്സിലാക്കാത്തതുകൊണ്ടൊക്കെ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അതിൻ്റെ കാരണങ്ങളായിട്ട് വരുന്നത്. പിന്നെ ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്.
അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേജ് അപ്പോൾ പ്രോഫിറ്റ് കുറച്ച് കുറയും നമുക്ക്. ആക്സിഡൻറ്റ് മേ ബി ഉണ്ടാവും, കാരണം സേഫ്റ്റി കുറവാണ്. അതേപോലെ ഔട്ട്പുട്ടിന് കുറച്ച് കുറവ് വരും, പ്രോഫിറ്റ് കുറച്ച് കുറയും. അങ്ങനെയുള്ള കുറച്ച് ഡിസ്അഡ്വാൻറ്റേജസ് ഇതിനുണ്ട് കേട്ടോ. അടുത്തതാണ് ഷെഡ്യൂൾഡ് മെയിൻ്റനൻസ്. അപ്പോൾ ഷെഡ്യൂൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഷെഡ്യൂൾഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡേറ്റ് ആദ്യം ഫിക്സ് ചെയ്യും. ഒരു മെഷീനറി മേടിച്ച് കഴിഞ്ഞാൽ 6 മാസത്തിൽ നമ്മളൊരു ഇതൊന്ന് പോയിട്ട് ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ 4 മാസത്തിൽ ലൂബ്രിക്കേഷൻ ഇത് നടത്തി കൊടുക്കണം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ ഒരു ഇൻസ്പെക്ഷൻ നടത്തണം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മെഷീനറീസ് കുറേ കാലം കൂടി നിൽക്കും. അപ്പോൾ നമ്മൾ അത് മേടിക്കുമ്പോൾ തന്നെ ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്ന മെയിൻ്റനൻസിനാണ് നമ്മൾ ഷെഡ്യൂൾഡ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ്. നമ്മൾ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ അല്ലേ, അങ്ങനെയൊക്കെ പറയില്ലേ. രോഗം വന്ന് ചികിത്സനെക്കാട്ടി നല്ലത് അത് വരാതെ നോക്കുന്നതാണ് അല്ലേ. ആ ഒരു സംഭവം തന്നെ. അഥവാ റൂട്ടീൻ ആക്ഷൻ ചെയ്യും. അഥവാ നമ്മൾ ഈ ബ്രേക്ക് ഡൗൺ ആവുന്നതിന് മുന്നേ ഓപ്പറേഷൻ അക്യുറസി ഒക്കെ കണക്കിലെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് ക്ലീനിങ് ചെയ്യും, ഇൻസ്പെക്ഷൻ ചെയ്യും. ചിലപ്പോൾ ചെറിയ ചെറിയ പാർട്സുകൾ അതിൽ കേട് വന്നിട്ടുണ്ടാവും അല്ലേ, ചിലപ്പോൾ അതിനൊക്കെ ചെറിയ എമൗണ്ടൊക്കെ ആവുള്ളൂ, അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കും. കറക്റ്റായിട്ട് എന്ത് ചെയ്യും, ഇത് വലിയ മെയിൻ്റെനൻസ് വരാതിരിക്കാൻ നമ്മൾ നോക്കും. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ കുറേ കാലം നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു വലിയ മെയിൻ്റെനൻസ് മെഷീനറി തന്നെ മാറ്റുന്ന മെയിൻ്റെനൻസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ. അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്സൊക്കെ ഉണ്ട്, അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. അത് വർക്കേഴ്സിന് സേഫ്റ്റി ആവും, അതേപോലെ വർക്ക് കുറക്കാൻ പറ്റും, മെയിൻ്റനൻസ് ജോബ് കുറക്കാൻ പറ്റും, മെഷീനറീസ് എപ്പോഴും നല്ല ഗുഡ് കണ്ടീഷനിൽ യൂസ് ചെയ്യാൻ പറ്റും, പ്രൊഡക്ഷന് തടസ്സം വരാതെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ളൊരു സംഭവം അതിലുണ്ട് കേട്ടോ. ഞാൻ അഡ്വാൻറ്റേജസ് ഉണ്ട്. അഡ്വാൻറ്റേജസ് നോക്കുക, ഗ്രേറ്റർ സേഫ്റ്റി, വർക്കേഴ്സിന് സേഫ്റ്റി കൊടുക്കുക, ഇതൊക്കെ എല്ലാത്തിനും ഒരു ഇതാണ് വരുന്നത്. പ്രൊഡക്ഷൻ ടൈം കൂട്ടാൻ പറ്റും, ബെറ്റർ സ്പെയർ നമുക്ക് ചെയ്യാൻ പറ്റും, റിപ്പയറിന് കുറച്ച് പൈസ ചിലവാക്കിയാൽ മതി, സ്റ്റാൻഡ് ബൈ എക്യുപ്മെൻറ്റ് കുറക്കാൻ പറ്റും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അതൊന്ന് ജസ്റ്റ് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അടുത്ത പ്രഡിക്റ്റീവ് മെയിൻ്റനൻസ് എന്താണെന്നുള്ളതാണ്. നമ്മൾ പ്രഡിക്റ്റ് ചെയ്യൂലേ, ഇത് കേടുവരാനായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് ഇന്ന പ്രശ്നമുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക. ചിലപ്പോൾ ആ മെഷീനറീസ് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നല്ല ചൂടാവാൻ തുടങ്ങും അല്ലേ. ചൂടാവാൻ തുടങ്ങുമ്പോൾ നമുക്കിങ്ങനെ ഇതെന്താ ഇത്ര ചൂടാവുന്നത്, നമ്മൾ ഉപയോഗിക്കുന്ന ചില വസ്തുക്കൾ തന്നെ ചിലപ്പോൾ നല്ല ഹോട്ടാവില്ല, എന്താ ഇപ്പോൾ ഇതിങ്ങനെ ഹോട്ടാവുന്നത്, അങ്ങനെയൊക്കെ ഇതിന് എന്തോ പ്രശ്നമുണ്ടല്ലോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബീപ്പ് സൗണ്ട് വരിക, എന്തെങ്കിലും സൗണ്ട് ഉള്ളിൽ നിന്ന് വരിക അല്ലേ, അല്ലെങ്കിൽ അത് ലൈറ്റ് ഇങ്ങനെ കത്താൻ തുടങ്ങുക, എന്തെങ്കിലും റെഡ് ലൈറ്റൊക്കെ ഇങ്ങനെ കത്തുക, മിന്നി കത്തുക, ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് തന്നെ എന്തോ ഒരു ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട് അല്ലേ. അങ്ങനെ നമ്മൾ സെൻസ് ചെയ്തിട്ട് നമ്മളത് മെയിൻ്റെനൻസ് ചെയ്യുക. ഇന്ന പ്രശ്നം വരാനുണ്ട്, അപ്പോൾ നമ്മളതൊന്ന് മെയിൻ്റെനൻസ് എന്തെങ്കിലും ഒന്ന് കാണിച്ച് നോക്കുക. ഫുള്ളായിട്ട് നിൽക്കുന്നതിന് മുന്നേ എന്താ ചെയ്യുക, നമ്മൾ ഒരു പ്രെഡിക്റ്റ് ചെയ്തിട്ട് നമ്മൾ മെയിൻ്റെനൻസ് ചെയ്യുക. അതിനാണ് നമ്മൾ പ്രഡിക്റ്റീവ് മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചുകൂടി നമുക്ക് ലാഭമായിരിക്കും. ഫുള്ളായിട്ട് മെയിൻ്റെനൻസ് ചെയ്യുന്നതിനെക്കാട്ടും മുന്നേ ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലും മെയിൻ്റെനൻസ് നമുക്കപ്പോൾ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് മെയിൻ്റനൻസിൽ വരുന്നത്. അടുത്ത കോസ്റ്റ് ഓഫ് മെയിൻ്റനൻസ്, അഥവാ മെയിൻ്റനൻസിന് നമ്മൾ മാറ്റി വെക്കുന്ന കോസ്റ്റ് പല കമ്പനീസിൽ പല ഇതായിരിക്കും. ചിലപ്പം ഇപ്പോൾ ഇന്നൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് 1 വർഷം കഴിഞ്ഞു, അവിടെ മെയിൻ്റനൻസ് ഒന്നും കാര്യമായിട്ട് ഇല്ലായിരുന്നു, കാരണം പുതിയ മെഷീനറീസാണ്. പക്ഷേ എന്നാലും അവരൊരു ചെറിയൊരു ശതമാനം ക്യാഷ് അവർ മെയിൻ്റനൻസിനായിട്ട് മാറ്റി വെക്കും. ചിലപ്പോൾ അടുത്ത വർഷത്തിൽ ചിലപ്പോൾ അവർക്ക് മെയിൻ്റനൻസ് നടത്തേണ്ടി വരും അല്ലേ. അപ്പോൾ അത് ഓരോ ഇൻഡസ്ട്രീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, അതിൻ്റെ സൈസ്, അവിടെ നടക്കുന്ന പ്രൊഡക്ഷനൊക്കെ ഉപയോഗിച്ചിട്ടാണ് പിന്നെ അവർ കണക്കാക്കുന്നത്. അഥവാ ടോട്ടൽ മെയിൻ്റനൻസ് കോസ്റ്റ് കൂടുതലായിട്ടും അവിടെ ചില കമ്പനീസൊന്നും ചെയ്യാറില്ല. പക്ഷെ ചില കമ്പനീസ് എന്ത് ചെയ്യും, ഇന്ന കുറച്ച് കാര്യങ്ങൾ കോസ്റ്റായിട്ട് നമ്മൾ ഓരോ വർഷത്തിൽ മാറ്റി വെക്കും. ചിലപ്പോൾ അത് ഇപ്പം 4 വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ആ മെഷീനറി തന്നെ ചിലപ്പോൾ മാറ്റേണ്ടി വരും. അപ്പോൾ ഹ്യൂജ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ചിലപ്പോൾ അപ്പം എടുക്കാനുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഓരോ വർഷം നമ്മൾ മാറ്റി വെക്കുന്നതിന് മൂലം നമുക്ക് 4ാമത്തെ വർഷം മാറ്റാൻ നേരത്ത് നമുക്ക് ഈ മാറ്റി വെക്കുന്ന ക്യാഷ് നമുക്കൊരു യൂസ്ഫുൾ ആയിട്ട് വരും. ഇതാണ് കോസ്റ്റ് ഓഫ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. ഓക്കെ.